എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് എനിക്ക് അവധിയായിരുന്നു. ഞാൻ വെറുതെ ഇരുന്ന സമയത്ത് ഒരു മുട്ട പപ്സ് ഉണ്ടാക്കിയാലോ എന്നൊരു ആലോചന. അപ്പം അതിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3 മുട്ട എടുത്ത് പുഴുങ്ങി, പിന്നെ അതിന് വേണ്ടിയുള്ള മസാലയ്ക്ക് വേണ്ടി ഒരു 2 സവോള അരിഞ്ഞ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ പച്ചമുളക്, ഒത്തിരി എരിവ് വേണ്ടാത്തതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തു, പിന്നെ ഒരു തക്കാളി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അരിഞ്ഞ് പാൻ ചൂടായതിന് ശേഷം സവോള എണ്ണയൊഴിച്ച് സവോള വഴറ്റി, സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ വഴറ്റിയതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും നമ്മുടെ എരിവിനനുസരിച്ച് ഇച്ചിരി മുളക് പൊടിയും ഗരം മസാല, കുറച്ച് ഗരം മസാലയും പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായി അത് വഴന്ന് അതിൻ്റെ ആ മസാലയുടെ ആ പച്ചമണം മാറിയപ്പം ഞാൻ ടൊമാറ്റോ ആഡ് ചെയ്തു. ഒരു ടൊമാറ്റോ എടുത്തുള്ളൂ കേട്ടോ. അത് ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് വഴന്ന് നന്നായിട്ട് ടൊമാറ്റോ സോഫ്റ്റായി വഴന്ന് വന്നപ്പം അത് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെച്ചു. ആ സമയത്ത് ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അത് 2 കഷ്ണങ്ങളാക്കി ഇങ്ങനെ 6 പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി കാണാൻ ഇങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ. വെറുതെ ഇരുന്നപ്പോൾ ഉണ്ടാക്കാൻ തോന്നിയ ഒരു സാധനമാണ് എഗ് പഫ്സ്. അതിന് 3 മുട്ട പുഴുങ്ങി വെച്ചു, അതിനുള്ള മസാല ഉണ്ടാക്കി പേസ്ട്രി ഷീറ്റ് മേടിച്ചു, അതിനകത്ത് വെച്ചിരിക്കുകയാണ്. അതിനെയും ഓരോ എഗ് ഇതിൻ്റെ മുകളിൽ വെച്ച് അതിനെ എങ്ങനെയാണ് കുക്ക് ചെയ്തെന്ന് കാണിച്ചു തരാം കേട്ടോ. മുട്ടകൾ ഒരു മുട്ട 2ആയി മുറിച്ച് മസാലയുടെ മുകളിൽ വെച്ചു. ഇനിയും ഇത് എഗ് പഫ്സിൻ്റെ രീതിയിൽ മടക്കിയെടുക്കാം. പഫ്സിൻ്റെ ഷേപ്പിൽ അതാക്കി വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഞാൻ പുരട്ടിയിരിക്കുന്നത് പാലാണ് ഞാൻ ഉപയോഗിച്ചത്. ചിലർ മുട്ടയുടെ വെള്ളയൊക്കെ ഉപയോഗിക്കും, ഞാൻ പക്ഷേ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇത് ഓവനുള്ളിൽ വെക്കാൻ പോവുകയാണ്. ഞാൻ 180 ഡിഗ്രിയിൽ ഓവൻ ചൂടാക്കിയിട്ടുണ്ട്. അതൊരു 15-20 മിനിറ്റ്സിൽ ഓവനകത്ത് എനിക്ക് അത് കഴിയുമ്പോൾ നീ ബാക്കി കാണിക്കാം. ഓക്കെ, ഇത് പപ്സ് കുട്ടന്മാർ ഓവനകത്ത് റെഡിയായിരിക്കുന്ന കേട്ടോ. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫ്യൂ മിനിറ്റ്സ് കൂടെ വേണം, അത് കഴിയുമ്പോൾ എടുക്കുക. അങ്ങനെ എഗ് പഫ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാം. നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട അല്ലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പഫ്സ് ഏതായിരുന്നു? എൻ്റെ എപ്പോഴും എഗ് പഫ്സ് തന്നെയായിരുന്നു. കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, നാരങ്ങ വെള്ളവും എഗ് പഫ്സും ബേക്കറി കയറിയ കഴിക്കുന്ന ഒരു സാധനമാണ്. അതൊരു പ്രത്യേക രുചിയായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പം നാട്ടിൽ ചെന്നാൽ ആ ഒരു രുചിയോ അതൊന്നും കിട്ടില്ല. ഇപ്പം എഗ് പഫ്സ് മേടിച്ചെന്ന് പറഞ്ഞാലും നാരങ്ങ വെള്ളം കുടിച്ചാലും അതൊന്നും കിട്ടാറില്ല. പക്ഷെ ചില നാടൻ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ നാരങ്ങ വെള്ളത്തിന് ഇപ്പോഴും ആ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നല്ല മുളകൊക്കെ ഇട്ട് ഉണ്ടാക്കിയ നാരങ്ങ വെള്ളം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പം കുടിച്ചു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ എഗ് പഫ്സ് അതൊന്നും ഒരു നൊസ്റ്റു തന്നെയാണ്. അത് തരുന്നൊരു നൊസ്റ്റാൾജിയ വേറെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ ചിലപ്പോഴൊക്കെ എഗ് പഫ്സ് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പിന്നെന്താണ്, ഇപ്പം ബനാന പപ്സ് എന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്, കോളേജിൽ പഠിക്കുന്ന കാലത്തൊന്നും അതൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. ആകെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒന്നില്ല എഗ് പപ്സ് അല്ലെങ്കിൽ മീറ്റ് പപ്സ്. ഇതായിരുന്നു അന്ന് കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവൈലബിൾ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ സമൂസ അല്ലെങ്കിൽ ലഡു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ബേക്കറികളിൽ നമ്മൾ കണ്ടിട്ടുള്ളതും വാങ്ങി കഴിച്ചിട്ടുള്ളതും. ഇപ്പോൾ എന്തെല്ലാം പലഹാരങ്ങൾ ഇറങ്ങിയിരിക്കുന്നു പിള്ളേർക്കൊക്കെ. അന്നൊക്കെ ഇതൊക്കെ മേടിക്കണമെങ്കിൽ തന്നെ എന്ത് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയായി നമ്മളിതൊക്കെ മേടിച്ചു. അപ്പം അത് അത്ര പ്രയാസപ്പെട്ട് മേടിച്ചത് കൊണ്ട് തന്നെ അതിനൊക്കെ നല്ല രുചിയൊക്കെ ആയിരുന്നു അന്ന്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അതൊന്നുമില്ല. അവരൊക്കെ ലാവിഷായിട്ട് ഇതൊക്കെ എന്നും കഴിക്കുന്നതുകൊണ്ട് അവർക്ക് അത്രയൊന്നും പ്രാധാന്യമൊന്നും കാണില്ല ഇതിനൊന്നും. പക്ഷെ ഞാൻ എപ്പോൾ ഈ എഗ് പഫ്സ് ഉണ്ടാക്കിയാലും എനിക്ക് കോളേജ് ജീവിതം ഓർമ്മ വരും. കാരണം ഏറ്റവും കൂടുതൽ പപ്സ് കഴിച്ചിട്ടുള്ളത് കോളേജ് ജീവിത കാലത്താണ്. സോ അതെപ്പോഴും എനിക്ക് ഓർമ്മയായിട്ട് വരും. പപ്സ് റെഡിയാകാൻ ടൈം ആയിട്ടുണ്ട്. ഏകദേശം 20-25 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. സോ റെഡി ആയി കാണും. ഞാൻ നോക്കട്ടെ, എന്നിട്ട് കാണിക്കാം. ഓക്കെ, എഗ് പപ്സ് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ
ദൗത്യം എന്ന് പറഞ്ഞാൽ ഒരു കോഫി ഇടുക, അതിൻ്റെ കൂടെ ഈ പപ്സും കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനിയും ഇത് ഫുള്ളായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു ഫുൾ വീഡിയോ ഞാനത് വീണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അപ്പോൾ കാണാം. ഓക്കെ, then bye.